അല്ല ഞാൻ വരുന്നതല്ല. ഞാൻ ഈ കൊടയം കൊടുക്കുവാനാ. നീ പോന്ന ബൈക്ക് ഒരു വെള്ള പെയിന്റ് അടിച്ച പുര കാണാം. ഈ കൊടയാടെ കൊടുത്താ മതി. പോന്ന ബൈക്ക് വെള്ള പെയിന്റ് അടിച്ച പൊരയത്തിനുണ്ടുമ്മാ. അത് ഏത് പൊരയാന്ന് ചോദിച്ചിട്ടാ? റസിയന്റെ പൊരയാ. അത് ഇഞ്ഞാടെ കൊടുത്താ മതി. എനക്ക് അറിഞ്ഞൂടെ, ഞാൻ ഇവിടെ ഉള്ള ആളല്ല. പിന്നെ എവിടെയാ നീ? ഞാനങ്ങ് കുറച്ച് ദൂരെ, ഞാനിവിടെ ഒരു നിശ്ചയത്തിന് വരുന്നതാ. ശരി, എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് പൊര ഞാൻ കാണിച്ചു തരാം. പൊര കാണിക്കാൻ ഞാനും കൂടി വരാം. അല്ലേ എനക്ക് അറിഞ്ഞൂടാ, അതല്ലേ ഞങ്ങളോട് പറഞ്ഞേ. അത് തന്നെ, പൊര കാണിക്കാൻ ഞാനും കൂടി വരാം. അല്ല ഇതെന്താ പോന്നാ? എന്തേനു പൈസയില്ലേ? പൈസ എന്ത് പൈസ? എനിക്ക് പൊര അറിഞ്ഞൂടെ പൊര കാണിക്കാൻ വന്നല്ലേ ഞാൻ. ഉമ്മ നിങ്ങളെ കൊട കൊണ്ട് കൊടുക്കാനല്ലേ നിങ്ങൾ വന്ന്? കൊട കൊണ്ട് കൊടുക്കാനോ? കൊട കൊണ്ട് കൊടുക്കാൻ ഇങ്ങോട്ട് കൊടുക്കാൻ കഴിയും. എനിക്ക് ആവേറ്റി എനിക്ക് പൊര അറിഞ്ഞൂടെ ഞാൻ പൊര കാണിച്ചു തരാൻ വന്നല്ലേ. ഉമ്മ ഞാനും നാട്ടിലുള്ള ആളല്ലാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? നിങ്ങൾ കളിക്കാണ്ട് പൈസ എന്തേ തരി? പൈസ വെച്ചാല് എനിക്കൊരു ഉപകാരം ഞാനല്ലേ ചെയ്ത്. ഇനി പൈസ ഇങ്ങോട്ട് തരണം. ഓന് പൊര അറിഞ്ഞൂടേറ്റ് ഞാനും കൂടി പോയേനു. അതാരാ വരുന്ന നോക്ക്. അല്ല എന്നെ കണ്ടോക്ക്. നമുക്ക് എന്തായാലും ഇപ്പോ പരസ്പരം കൂടി എല്ലാം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ദിവസം കാണാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതെന്താ ഇവിടെ ഒരാളും കോളല്ലോ? ഉമ്മ ഇയാളെ ഒരു കല്യാണം നിശ്ചയം, ഇവിടെ കല്യാണം നിശ്ചയം. ആരെ? എന്റെ മൂത്തമ്മന്റെ. അത് ശരി, മൂത്തവന്റെ. മൂത്തവന്റെ അതിന്റെ ഒരു നടക്കട്ടെ നടക്കട്ടെ, ഞാൻ പോട്ടെ. വേണ്ടേ പോലെ അല്ല ഞാൻ പോട്ടെ. നിങ്ങള് ശരിയാവുമല്ല അതിനെന്താ? പെണ്ണിന്റെ എവിടെയാ? ഓർക്കാട്ടേരിയ വീട്. ഓർക്കാട്ടേരിയ? ഇതാരേനു? ഇത് പെണ്ണിന്റെ കാരണവർ. അത് ശരി, ഇതുപോലെ തന്നെയാ പെണ്ണു? അല്ലല്ല. ശരി, അതെന്താ ഓട്ടോ? പെണ്ണ് തരക്കേടില്ലാലോ. എന്റെ ചക്കന് പറ്റിയ പെണ്ണ് തന്നെയാ. അതാരാ ഇന്റെ അടുത്ത് ഇങ്ങനെ അമർന്നു കുത്തിരിക്കുന്നത്? അത് ഉമ്മക്കാരനോടാ. എന്റെ ഭാര്യ ഞങ്ങളാ. അത് ശരി, ഓനല്ലേ മരിച്ചു എന്ന് പറഞ്ഞതിന് മുമ്പാരോ? ഇല്ല, അപ്പുറത്തെ മറ്റേ ഇതല്ലേ അത് പിന്നെ അതം പോലെ മരിച്ചോട്ടെ. നമുക്ക് ഇപ്പം മരിച്ചാലെന്താ? അപ്പൊ ഉമ്മക്കൊരു ഇതിന്റെ ഡേറ്റ് കണ്ടൂടെ? നിങ്ങൾ എന്തെങ്കിലും ഡേറ്റ്? ജോത്സനെ കൊണ്ട് നോക്കിച്ചിട്ട് ഒരു ഡേറ്റ് കണ്ടു കിട്ടാം. ഒക്ടോബർ 11. നല്ല ഏത്? അല്ല, ഒക്ടോബർ 11 നടക്കുമല്ലേ? ഒക്ടോബർ 11 നടക്കുമല്ല. ഒക്ടോബർ 11 നമ്മളെ ജമാലിന്റെ മോളെ കല്യാണം. നമ്മളെ പുതിയോട്ട ജമാലിന്റെ. ജമാ അത് എനക്ക് എല്ലാടെയും പോകാനാവൂല. എനക്ക് ആടെ എനക്ക് കൂടെയും വരണം. എനക്കെല്ലാം കൂടി ഒന്നിച്ചാവൂല. ജമാൽ കൊയിലാണ്ടി. അല്ലമ്മ കൊയിലാണ്ടിയിലുള്ള ഇവിടുത്തെ കല്യാണം മാറ്റിയേക്കുന്നത് അതിനാ? എനക്കെല്ലാം കൂടി ആവുമല്ല. ഇനി കാലണ്ടർ കടത്താൻ പണ്ടത്തെ പോലത്തെ എനിക്ക് ആകുന്നില്ല. 24 ഞായറാഴ്ച 24 അല്ല, അതിന് എന്നോട് വയ്ക്കുന്ന നിങ്ങളെ സൗകര്യമല്ലേ, അന്നായിക്കോ. എന്താ നമ്മളെ വീട്ടില് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കല്യാണം നടത്തുന്നതിന്. നമ്മളവിടെ ഓഡിറ്റോറിയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഒരാളാ വരുന്നതെന്ന് വെച്ചാല് ഭക്ഷണത്തിന്റെ ഏർപ്പാട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഭക്ഷണത്തിന്റെ ഏർപ്പാട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവര് തന്നെ. അപ്പൊ ഭക്ഷണങ്ങൾ തരൂ. ഇലയും വെള്ളം ഞാള് കൊണ്ടുവരുവനാ? അല്ല, അങ്ങനല്ല. എല്ലാ കൈ കഴുകുന്ന വെള്ളം കുടിക്കുന്ന വെള്ളം ഇലയിലാരാ കൊണ്ടുവരുവാ? അല്ലാതെ നമ്മള് പറയുമ്പോ അങ്ങനെ പറഞ്ഞ. അല്ല, പറയുമ്പോ അതെല്ലാം ക്ലിയർ ആക്കണോ? ഇത് കല്യാണ നിശ്ചയ. ഇലയും വെള്ളത്തിന്റെയും പ്രത്യേകമായിട്ട് നമ്മള് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ഭക്ഷണത്തിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നല്ലേ. എല്ലാ പറയുമ്പോ എല്ലാം ക്ലിയർ ആക്കണം. പിന്നെ നിങ്ങള് ഈ കുടമാറ്റെല്ലാം കഴിഞ്ഞതാ? കുടമാറ്റം നിങ്ങള് മങ്ങത്തിന് എന്തോ മാറുമല്ലേ? അത് കല്യാണ ദിവസം മോതിരം മാറ്റല്ലേ? അത് തന്നെ. അന്നാ പിന്നെ വളയിടലേ? അത് ശരി, വളയിടല. ഇന്നത്തെ എങ്ങനെ വളയിടുന്ന ഇത്? അല്ല, ഇനിയിപ്പോ നിങ്ങള് എത്ര ആള് വരുമെന്നുള്ളതൊന്ന് ഞാളൊന്ന് അറിയിക്കണ്ടേ? ആളെപ്പോ നമ്മളിപ്പോ നമുക്ക് ആലോചിച്ചിട്ട് പറയാം.
അതല്ല അതിന് മുമ്പേ വിളിച്ചു അയാളൊന്ന് കുടുംബക്കാരെ കൂടി ഒന്ന് ഒരു 5000 ആളായിക്കോട്ടെ എന്തായാലും മോശമായി പോന്നി മോശാക്കണ്ട, ആള് കുറച്ചിരിക്കട്ടെ. 2 മൈലിലും കൂടി പറഞ്ഞ ഒരുപാട് ആളുണ്ടാവും. ആണെ ഞാനും പറയാ. അതെന്താ കോമി കളിക്കുന്ന നടന്ന് ഓഡിറ്റോറിയത്തിൽ അതിന്റെ സൗകര്യം അല്ല, നമ്മള് ഇങ്ങനത്തെ ഒരു കാര്യം എന്നെല്ലാം പറയുമ്പോ നമ്മള് പറയാൻ വല്ലെടുത്ത് ഒരു ക്ലിയർ ആക്കണം. അതാ പുടവേന്റെ അല്ലേ എങ്ങനെയാ നിങ്ങളത് പറയണം എപ്പൊ കൊണ്ടുവരുന്നാലും. പുടവേന്റെ നിങ്ങള് തലേ ദിവസം എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതേ സൗകര്യം ദൂരെയുള്ളതല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, ഈ പുടവയിൽ ആരാ കൊണ്ടുപോവാ? ഉടവ പിന്നെ ചെക്കന്റെ പെങ്ങളും കുറച്ച് കുടുംബക്കാരെല്ലാം കൂടി പോകുന്നൊരു ചടങ്ങാ അത്. അങ്ങനെയാ? ഞാൻ കേട്ടതല്ല. ഇവൻ ആദ്യം മംഗലം കഴിച്ച് ഒഴിവാക്കിയ പെണ്ണില്ലേ, ആ പെണ്ണും കുട്ടിയെ കൊണ്ടുപോകാന്ന് പറയുന്ന കേട്ട്. അല്ല, ചെറിയോൻ ആദ്യം കല്യാണം കഴിച്ച ആദ്യം മംഗലം കഴിഞ്ഞല്ലേ? അപ്പൊ നമ്മൾ ചതിക്കാണോ? അല്ല, ഈ ഉമ്മ ഇവിടെ പറഞ്ഞെങ്കിൽ നമ്മൾ പെട്ടുപോകല്ലേ. ഈ സത്യം പറഞ്ഞു തന്നല്ലേ ഉമ്മ. 2 ഉമ്മ ഇവനെ ഒരു കച്ചവടം നമ്മള് പോവാ. അല്ലുമ്മ, നിങ്ങൾ നിശ്ചയം ഉറപ്പിക്കാൻ വന്ന അല്ലെങ്കിൽ ഇത് പൊട്ടിക്കാൻ വന്നോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിരുന്നല്ലേ, പറയുമ്പോ എല്ലാം ക്ലിയർ ആക്കണ്ടേ?